ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് യാഥാർത്ഥ്യബോധമില്ലാത്തതാണ് എന്ന് വിമർശിക്കുന്നു പ്രതിപക്ഷം. പക്ഷേ ഖജനാവിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും സൃഷ്ടിപരമായ ബജറ്റ് അവതരിപ്പിച്ചു എന്നാണ് സർക്കാരും ധനമന്ത്രിയും അവകാശപ്പെടുന്നത്. ബജറ്റിന്റെ പൊതു സ്വഭാവം നമ്മുടെ സംസ്ഥാനത്തിന്റെ ദാരിദ്ര്യം എന്തുമാത്രം വലുതാണ് എന്ന് കാട്ടിത്തരുന്നുണ്ട്. സർക്കാരിന് ഒരു തെരഞ്ഞെടുപ്പ് കാലമായിട്ട് കൂടി ജനപ്രിയമായ വലിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എന്നത് ധനമന്ത്രി അനുഭവിക്കുന്ന ഞെരുക്കം എത്രയാണെന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം മാറാനിടയുണ്ടോ എന്നറിയില്ല. ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ കൂടുതൽ കുരുക്കാവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള പണവരവ് കുറയുമ്പോൾ നമ്മൾ പുതിയ എന്തൊക്കെ വിഭവ സമാഹരണ സാധ്യതകൾ തേടും? അതോ ഇരവാദം മാത്രമായിരിക്കുമോ നമുക്കെപ്പോഴും അവശേഷിക്കുക? പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് പറയുന്നു ധനമന്ത്രി. എന്തായിരിക്കും സർക്കാരിന്റെ പ്ലാൻ ബി? സ്വകാര്യ മേഖലയിൽ നിന്നുള്ള കൂടുതൽ നിക്ഷേപം കൊണ്ടുവരലായിരിക്കുമോ? ഇപ്പോഴത്തെ സർക്കാരിന്റെ സമീപന രേഖ മാറുമോ? വലിയ നഷ്ടം സഹിച്ചും കൊണ്ടു നടക്കുന്ന പൊതുമേഖലയിലടക്കം നയപരമായ വ്യതിയാനത്തിലേക്ക് പോകാൻ പുതിയ സാമ്പത്തിക സാഹചര്യത്തിൽ സർക്കാർ നിർബന്ധിതമാകുമോ? എല്ലാ പഞ്ഞകാലത്തും ജനങ്ങളിൽ നിന്ന് പരമാവധി പിരിച്ചെടുക്കുക എന്ന നയസമീപനം ഇവിടെയും തുടരുന്നു എന്ന വിമർശനത്തിന് സർക്കാരിൻ്റെ മറുപടി എന്താണ്? ബജറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. 1 മണിക്കൂർ ഇനിയുള്ള സമയം നമ്മോടൊപ്പം ഈ ചർച്ചയിൽ തുടക്കത്തിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തന്നെ ചേരുകയാണ്. ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതാവ്, ശ്രീ അബ്ദുറഹ്മാൻ എണ്ടത്താണി മുസ്ലിം ലീഗിൽ നിന്ന്, ജോസ് സെബാസ്റ്റ്യൻ സാമ്പത്തിക വിദഗ്ധൻ, VPP മുസ്തഫ CPM നേതാവ് എന്നിവരെ നമ്മൾ ഈ ചർച്ചയിൽ അതിനുശേഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ കെ.എൻ. ബാലഗോപാൽ, നോക്കൂ, ഇത് പ്രതീക്ഷിച്ച തരത്തിലുള്ള വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായ ഒരു ബജറ്റ് അല്ല. നമുക്കറിയാവുന്ന ക്ഷേമ പെൻഷൻ വർധന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. പക്ഷെ അത് ഈ ബജറ്റിലും പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. കാർഷിക മേഖലയ്ക്ക് വലിയ ഒരു പുഷ് കൊടുക്കാൻ കഴിയുന്ന ഒന്നും ഇതിൽ പ്രഖ്യാപിച്ചിട്ടില്ല. തൊഴിലാളി അടിസ്ഥാന വർഗ്ഗക്കാരുടെ കാര്യത്തിലായാലും ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ശ്രദ്ധേയമായ കാര്യം. നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. സാധാരണ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെങ്കിലും വരുന്ന ബജറ്റുകൾക്കകത്ത് വലിയ പോപ്പുലിസ്റ്റ് സ്വഭാവമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ടുള്ള വളരെ വേഗത്തിൽ അവരെ സ്വാധീനിക്കുന്ന എന്തുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ജനപ്രിയ ബജറ്റ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന നിരാശ താങ്കൾക്ക് ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടോ? ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിന് പ്രിയങ്കരമായ ബഡ്ജറ്റായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയുള്ള ബഡ്ജറ്റായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്റെ ഒരു ധാരണ അനുസരിച്ച് കേരളത്തിന് വളരെ വലിയ ഗുണം ചെയ്യുന്ന, ദൂരവ്യാപകമായി വലിയ വികസനം ഉണ്ടാക്കുന്ന, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ആളുകൾ, പോകുന്ന ആളുകൾ, പോയ ആളുകൾ ഉൾപ്പെടെ തിരിച്ചു വന്ന് ധാരാളം എംപ്ലോയ്മെന്റ് ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഡെവലപ്മെന്റ് വരുന്ന ഒരു വളരെ ദൂരവ്യാപകമായ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും ഈ ബഡ്ജറ്റ് വഴി വരുന്നതെന്നാണ്. അത് ഇപ്പം ഞാനിപ്പോൾ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തുന്ന 3ാമത്തെ പൂർണ്ണ ബജറ്റാണ്. നേരത്തെ വരുന്ന സമയത്ത് ഒരു ബഡ്ജറ്റ് അപ്ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ കാലോചിതമായി പരിഷ്കരിക്കാവുന്ന ഒരു ബഡ്ജറ്റ് ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റായിരുന്നു. ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച് അതിന് തുടർച്ചയായിട്ട് ബഡ്ജറ്റൂടെ പിന്നെ അവതരിപ്പിച്ചിരുന്നു ആദ്യം വന്നുടനെ. ഈ ബഡ്ജറ്റുകളിലെല്ലാം ഞങ്ങൾ കേരളത്തിന്റെ പോസിറ്റീവായ ഒരു വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് യാന്ത്രികമായിട്ട് പറയുകയല്ല ചെയ്യുന്നത്. ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് എങ്ങനെ കൂടുതൽ ഉപയോഗിക്കാം, അത്തരത്തിൽ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനകത്ത് പക്ഷേ എംപ്ലോയ്മെന്റ് ജനറേഷന്റെ കാര്യം പറഞ്ഞിട്ടില്ല, കാർഷിക മേഖലയ്ക്ക് വന്നിട്ടില്ല എന്നൊക്കെ ആരാ പറയുന്നത്? കാർഷിക മേഖലയിൽ 2750 കോടിയോളം രൂപ മുതൽ മുടക്ക് വരുന്ന കേര എന്ന് പറയുന്ന വലിയൊരു പദ്ധതി പറഞ്ഞിട്ടുണ്ട്. 5 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ കാർഷിക മേഖലയിൽ എംപ്ലോയ്മെന്റ്, മാർക്കറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ വിവിധ സെക്ടറുകളിൽ, പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള സെക്ടറുകളിൽ ഇമ്പാക്ട് വരുന്ന ഒരു വലിയ പദ്ധതിയാണ് പറഞ്ഞിട്ടുള്ളത്. കാർഷിക മേഖലയിൽ ബാക്കിയുള്ള റുട്ടീൻ പദ്ധതികളെല്ലാം ഉണ്ട്, സാധാരണയുള്ള, അതിനൊപ്പമാണിത്. റബ്ബറിന്റെ കാര്യത്തിൽ ഇത്രയും വലിയ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് 10 രൂപയുടെ ഒരു വർധന അല്ലെങ്കിൽ 150 രൂപ ആക്കി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം ഉള്ളത് എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു മേഖലയ്ക്ക് കൊടുത്തിട്ടുള്ള പ്രാധാന്യമുണ്ട്. കൃഷിക്കാരുടെ കാര്യത്തിൽ കാർഷിക മേഖലയെ വരുമാനം ഉണ്ടാക്കാനുള്ള വേറെ കുറെ പദ്ധതികൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. തൊഴിലിന്റെ കാര്യത്തിനകത്ത് ഈ പറഞ്ഞതെല്ലാം വാസ്തവത്തിൽ
ടൂറിസം മേഖലയിൽ 5000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാവുന്ന തരത്തിലേക്ക് അതിന് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ അടക്കം കൊടുക്കാൻ 10,000 ഹോട്ടൽ മുറികൾ, അത് ആ മേഖലയിലുള്ളവരുമായിട്ട് സംസാരിച്ച് ഹോട്ടല്, കൺവെൻഷൻ സെന്റർ, ടൂറിസത്തിന്റെ പല ഡെസ്റ്റിനേഷനും ഇപ്പോൾ കേബിൾ കാറുകൾ വികസിപ്പിക്കുക, കേബിൾ കാർ ഉണ്ടാക്കുക, മറ്റ് അഡ്വഞ്ചറസ് ടൂറിസത്തിന് പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ വിഴിഞ്ഞമായാലും എറണാകുളം, കൊച്ചി ആയാലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയാലും കൂടുതൽ ആളുകൾ വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വ്യവസായ സ്ഥാപനങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഇതുവരെ ഉള്ളത് ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്ത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, പുതിയ തരത്തിലുള്ള സ്ഥാപനങ്ങൾ എല്ലാം വരാനുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കുന്നു. എഡ്യൂക്കേഷന്റെ സെക്ടറിലും ഹെൽത്തിന്റെ സെക്ടറിലുമൊക്കെ പുറത്തുനിന്ന് ഉൾപ്പെടെ ആളുകൾ വന്നിട്ട് ഇവിടെ പഠിക്കാനും ഇവിടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരാനും ഒക്കെ പറ്റുന്ന ഒരു ഹെൽത്ത് എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എഡ്യൂക്കേഷന്റെ ഹബ്ബാക്കിയൊക്കെ ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് നന്നായി നടത്തുക, കൂടുതൽ എംപ്ലോയ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഭാവിയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായി വരാൻ പറ്റുന്ന, അതിനൊരു ദിശ നൽകുന്ന ഒരു ബഡ്ജറ്റാണ്. ആ തരത്തിലാണ്. അതുകൊണ്ട് എനിക്ക് കേരളത്തിനെ ഒരു വളരെ നിർണായകമായ ഒരു സമയത്ത് LDF ഗവൺമെന്റിന്റെ ഭാഗമായി ഇങ്ങനൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞതിൽ പ്രത്യക്ഷത്തിൽ വളരെ ജനബന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും കേരളത്തിന്റെ പൊതുതാൽപര്യത്തെ പരിഗണിച്ചുകൊണ്ടും ദീർഘദൃഷ്ടിയുള്ള ബജറ്റ് എന്ന നിലയ്ക്കാണ് താങ്കൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒരു കാര്യമുള്ളത്, നമ്മൾ നിരന്തരമായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ KN ബാലഗോപാൽ, നമുക്കറിയാവുന്ന പോലെ നിങ്ങൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഫണ്ട് ഫ്ലോയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ LDF സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ പലതും സ്റ്റക്കായി നിൽക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. ഇനി അങ്ങോട്ട് കേന്ദ്രം നമ്മുടെ സമരം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുമെന്നോ, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിൽ നമുക്കുള്ള എന്താ പറയുക ഫണ്ട് തരൽ കുറച്ചുകൂടി കുറച്ചുകൂടെ നമുക്കുകൂടി ഉദാര സമീപനം സ്വീകരിക്കുമെന്ന് വിചാരിക്കാൻ വയ്യ. അപ്പം പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നവീനമായ നമ്മുടെ വിഭവ സമാഹരണത്തെക്കുറിച്ച് ആലോചിക്കലാണ്, അത് നടപ്പിലാക്കലാണ്. അപ്പം ഈ ബജറ്റിനകത്തും പക്ഷെ അങ്ങനെ നവീനമായ ആശയങ്ങൾ വന്നിട്ടില്ല എന്നുള്ള വിമർശനത്തെ എങ്ങനെ എടുക്കുക? നമ്മൾ വിഭവ സമാഹരണം എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കുക എങ്ങനെ ജനങ്ങളിൽ നിന്ന് കൂടുതൽ പണം ഈടാക്കാം എന്നാണോ? വിഭവ സമാഹരണത്തിനുള്ള ഇപ്പോഴത്തെ നമുക്കൊക്കെ അറിയാവുന്ന ഏറ്റവും നല്ല ആശയങ്ങളെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ഈ നികുതിയൊക്കെ വരുന്നത്. അതിനകത്ത് തന്നെയും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ആ സജഷനൊക്കെ നമ്മൾ കേൾക്കുക, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതിനകത്തിപ്പോൾ ഞാൻ ചോദിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഒരു നിസ്സഹകരണമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കേന്ദ്ര നിസ്സഹകരണം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ടെക്നിക്കൽ ഹേർഡിൽസ് ഉണ്ട്. 16ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ ഇപ്പോഴും നമ്മുടെ GSDP വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും വിഹിതം കുറയാനുള്ള സാധ്യതയാണ് കൂടുതൽ. ബാക്കിയുള്ളത് ഈ പറയുന്ന നമ്മുടെ ഡെഫിസിറ്റിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗ്രാൻഡ് കിട്ടുന്ന കാര്യമായാലും കൊള്ളാം, അല്ലെങ്കിൽ GSTയുടെ കുടിശ്ശിക കാലാവധി, നഷ്ടപരിഹാര കാലാവധി നീട്ടൽ, അതൊന്നും പോസിബിളായ ഒരു സംഗതിയാണോ? അല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പൈസയൊന്നും ഇനി കിട്ടാൻ പോകുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ എന്താണ് നമ്മുടെ ഒരു പ്ലാൻ ബി എന്നാണ്? കാരണം പ്ലാൻ ബി വേണ്ടി വരുമെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ പ്ലാൻ ബി വേണ്ടി വരുന്നല്ലത് വേണം എന്ന നിലയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സോ സർക്കാരിൻ്റെ ഒരു ആലോചന എന്താണ്? അതായത് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാവുന്ന കാര്യത്തിൽ? പതിനാറാം ധനകാര്യ കമ്മീഷന്റെ കാര്യം എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 16ാം ധനകാര്യ കമ്മീഷൻ ഇപ്പൊ അപ്പോയിന്റ് ചെയ്തവർ ഞങ്ങൾ 2 വർഷം കഴിഞ്ഞാണ് ഫൈനൽ റിപ്പോർട്ട് വരുന്നത്. ധനകാര്യ കമ്മീഷന് വേണ്ടി തയ്യാറാക്കേണ്ട കാര്യങ്ങൾക്കുള്ള പ്രാഥമിക ആലോചനകൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റുകളും അവരുടെ പ്രത്യേകത പറയും. ഞങ്ങൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ കേരളത്തിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ കമ്മിറ്റി ഗവൺമെന്റ് ഞങ്ങളത് ചർച്ച ചെയ്യുമ്പം കേരളത്തിന്റെ സവിശേഷമായ പ്രശ്നങ്ങൾ പലതും ചൂണ്ടിക്കാണിച്ച് നമുക്ക് കിട്ടേണ്ട അർഹമായ ആനുകൂല്യം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നടക്കട്ടെ. പക്ഷെ അന്നേരം കുറയുമെന്ന് നമ്മളങ്ങനെ ഇപ്പോൾ കൂട്ടുന്നത്. നമ്മൾ അന്നത്തെ നമുക്ക് കിട്ടാനുള്ള പണം കുറയും എന്ന് നമുക്കിപ്പോഴേ പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഉണ്ടായ 2 പ്രാവശ്യത്തെ തെറ്റുകൾ പരിഹരിച്ചിട്ട് അടുത്ത പ്രാവശ്യം ന്യായമായി തരാനും തീരുമാനിക്കാമല്ലോ. പക്ഷെ അതിപ്പോൾ ഈ ഗവൺമെന്റ് കാലത്തല്ല വരുന്നത് കേട്ടോ. ഈ ഗവൺമെന്റ് കാലം കഴിഞ്ഞിട്ടേ അടുത്ത ധനകാര്യ കമ്മീഷന്റെ വരൂ. ഇപ്പൊ ഈ ഗവൺമെന്റിന് ഈ കാര്യങ്ങൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണല്ലോ. ഈ 15ാം കമ്മീഷന്റെ ഏറ്റവും കൂടുതൽ ഇൻജസ്റ്റിസ് കാണിച്ച അവാർഡായിട്ട് തോന്നുന്നത് അതാണ്. ഓക്കെ, ഈ പറയുന്ന ക്രൈറ്റീരിയസ് അവിടെ കിടക്കുന്നതുകൊണ്ടാണ് കേരളത്തിന്റെ കാര്യത്തിൽ ഭാവി ബുദ്ധിമുട്ടാകും എന്ന് നമുക്ക് വിചാരിക്കാൻ തോന്നുന്നത്. മിനിസ്റ്റർ ഇപ്പോൾ പ്ലാൻ ബിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വളരെ വേഗമായിട്ടുള്ള സംഗതിയാണ് പറഞ്ഞത്. പ്ലാൻ ബി എന്താണെന്ന് വിശദീകരിച്ചിട്ടില്ല. പക്ഷേ പ്ലാൻ ബി എന്ന് പറയുമ്പോൾ കേരളത്തിനൊരു വലിയ ഷിഫ്റ്റ് വേണ്ടി വരുമോ?
പൊതുമേഖല അപ്പം അങ്ങനെ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, പൊതുമേഖലയെ തീറ്റിപ്പോറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടും നയവുമാണ്. അതൊരു വലിയ സംഗതിയാണ്. അതിനെ കൊണ്ടു നടക്കുക. ലാഭത്തിലായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഈ സമീപകാലത്ത്. പക്ഷേ പൊതുമേഖല വലിയ ഭാരമാകുന്നുണ്ട് ഒരു വശത്ത്. സോ അതിലടക്കം ഒരു കാഴ്ചപ്പാട് മാറ്റം വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്ന തരത്തിലുള്ള വലിയ ആലോചന വേണ്ടി വരുമോ? പ്ലാൻ ബി, സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരിക പോലെയുള്ള, കൂടുതൽ അതിന് ഊന്നൽ കൊടുക്കുക. ഈ പണ്ട് ഇവിടെ തുറക്കാത്തൊരു നിലവറയുടെ പേരുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ പ്ലാൻ ബി ഒക്കെ തയ്യാറാക്കി വെച്ചിട്ട് ഇത് തുറക്കാതെ അങ്ങനല്ല. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അങ്ങനെ നടന്നില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെയൊക്കെ കുറച്ചുകൂടെ ചലനാത്മകമാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന നിലയിൽ നമ്മൾ കാര്യങ്ങൾ ആലോചിക്കും എന്നാണ്. എന്തായാലും അതിനകത്തൊറ്റ സന്ദേശമേ ഉള്ളൂ. നമുക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കേരളം ഒറ്റക്കെട്ടായി നേരിട്ട് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റണം. അതിനുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ നിർത്താൻ മതി. അതാണ് അതെ, അതാണ് എന്റെ കാര്യം. അതേ ഉള്ളൂ. നമ്മളല്ലാതെ സറണ്ടർ ചെയ്ത് ഞങ്ങളിതൊക്കെ നിർത്തി, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല പറയേണ്ടത്. നമുക്കിതിനെ കവർ ചെയ്ത് കേരളത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഈ ബജറ്റ് യാഥാർത്ഥ്യബോധം ഇല്ലാത്തതാണ്, ഇത് സാധാരണക്കാർക്ക് പ്രയോജനം ഇല്ലാത്തതാണ്, പൈസ ഇല്ല എന്ന് പറയുന്നത് മൊത്തം തട്ടിപ്പാണ് എന്ന നിലയ്ക്കുള്ള പ്രതികരണമുണ്ട്. അവർ നമുക്ക് വേണമെങ്കിൽ ഒരു പരസ്യമായ സംവാദമാകാമെന്ന വെല്ലുവിളി പോലും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സർക്കാർ അതിന് വില്ലിങ് ആണല്ലോ അല്ലേ? ഞങ്ങളെപ്പോഴും തയ്യാറായതുകൊണ്ടാണല്ലോ നിയമസഭയിൽ ഈ കാര്യം എപ്പോഴും പറഞ്ഞാൽ തുറന്നു പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രമേയം അവതരിപ്പിച്ചല്ലോ, സാമ്പത്തിക പ്രശ്നങ്ങൾ. പ്രതിപക്ഷത്തിന്റെയും കൂടെ അംഗീകാരത്തോടു കൂടിയാണ്, അവരൂടെ കണ്ട് അംഗീകരിച്ച പ്രമേയമാണത്. പക്ഷെ പ്രമേയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ആ ചർച്ച ചെയ്യാൻ നിൽക്കാതെ അവിടുന്ന് കാരണങ്ങളുണ്ടാക്കി ഇല്ലാത്ത കാരണം പറഞ്ഞ് വാക്കൗട്ട് നടത്തിപ്പോയത് പ്രതിപക്ഷമാണ്. ചർച്ചയ്ക്ക് തയ്യാറാവാത്തത് ഞങ്ങളല്ല. ഇതുപോലെ ഓരോ കാര്യത്തിലും അപ്പൊ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. നിയമസഭയ്ക്കപ്പുറം അതിനേക്കാളും വലിയ പ്രാധാന്യവും അതിനേക്കാളും വലിയൊരു വേദിയും വേറെ ഏതാ? നിയമസഭയ്ക്കകത്ത് ഈ ചർച്ചാ ദിവസങ്ങളിൽ അവർക്ക് കിട്ടുന്ന മുഴുവൻ മണിക്കൂറും അദ്ദേഹത്തിന് വേണേൽ സംസാരിക്കാമല്ലോ. ഞങ്ങൾക്ക് സംസാരിക്കാം, പറഞ്ഞു കഴിഞ്ഞാലും നമ്മളും പറയും. അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ ധനകാര്യ സ്ഥിതിയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ വാസ്തവത്തിൽ ധനകാര്യസ്ഥിതിയെ പറ്റിയാണ് ചർച്ച നടന്നത്. ഇനിയും ചർച്ച ചെയ്യാൻ തന്നെ അസംബ്ലി കൂടുകയാണ്, അത് കഴിഞ്ഞ് വീണ്ടും കൂടും. ഞങ്ങളെപ്പോഴും തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്. അഭിപ്രായം ആരെങ്കിലും പറയുന്നതിന് മറുപടി പറയാനും ആശയങ്ങൾ കേൾക്കാനും ഒക്കെ തയ്യാറാണ്. ഒരു കാര്യം കൂടി മിനിസ്റ്റർ, ഇപ്പൊ ഇന്നിപ്പോ വൈദ്യുതി മേഖലയിൽ നിന്നുള്ള വിഭവ സമാഹരണ ആലോചന സർക്കാർ പങ്കുവയ്ക്കുന്നുണ്ട് എന്ന് വെച്ചാൽ സാധാരണക്കാരെ ഡയറക്റ്റ് ബാധിക്കുന്ന ഒന്നാണോ? അത് ചാർജ് വർദ്ധിപ്പിക്കുമോ? അങ്ങനെ കൂടെ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ അത്രയ്ക്കും വലിയ ഒരു കാര്യമല്ല. എന്ന് മാത്രമല്ല, അങ്ങനെ വലിയ കൂട്ടലിന് പോയിട്ടില്ലല്ലോ. 1963 തീരുമാനിച്ച നികുതികൾ ഇത്രയും കാലം, ചെറിയ ടാക്സുകൾ ഇത്രയും കാലം അറ്റൻഡേ ചെയ്യാതെ കിടക്കുക എന്ന് പറഞ്ഞാലൊരു വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 1 രൂപയായാലും 1 കോടി രൂപയായാലും ഗവൺമെന്റിന് കിട്ടേണ്ട പല 100 നികുതികൾ കാണും. ഇതൊന്നും അറ്റൻഡ് ചെയ്യാതെ കിടക്കേണ്ട കാര്യമില്ല. അതൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ കാലോചിതമായി വർദ്ധിപ്പിക്കണം. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നമുക്ക് വ്യക്തിപരമായി വേണ്ടിയിട്ടല്ലല്ലോ, നമ്മുടെ സമൂഹത്തിനാകെ വേണ്ടിയിട്ടാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചാർജ് കൂടാൻ ഇല്ല. 1963 മുതൽ ഇപ്പോൾ വരെ എന്താ കൂട്ടാത്തെന്നില്ലേ നമ്മൾ വിചാരിക്കണ്ടേ? അല്ലാതെ ഈ കൂട്ടിയപ്പോഴത്തേക്ക് ഇനി ഇത് ആകെ കൂടിപ്പോകുമെന്നാണോ ചിന്തിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഇത്രയും വർഷം എന്തുകൊണ്ടാണ് ഇത് കൂട്ടാഞ്ഞത് എന്നാണ് നമുക്ക് സാധാരണഗതി തോന്നേണ്ടത്. കാരണം ഒരിടത്തുനിന്നും ഒരു ഫീസ് മേടിക്കാതെ വേറെ എവിടുന്നോ നോട്ട് പമ്പ് ചെയ്ത് വരത്തില്ലല്ലോ. അതില്ല. പക്ഷേ ആളുകൾ ഈ സമീപകാലത്തെ വർധനയുടെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ആളുകളുടെ കപ്പാസിറ്റി എന്തുമാത്രമാണെന്ന് കൂടി ആലോചിക്കലുണ്ടല്ലോ അതിനകത്ത്. ഒരു കാര്യം കൂടി, ഈ സമീപകാലത്ത് സർക്കാർ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുമായിട്ടാണ് മിനിസ്റ്റർ. അതിനകത്ത് സിവിൽ സപ്ലൈസിൽ വേണ്ടത്ര സംഗതിയില്ല, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മര്യാദയ്ക്ക് പോകുന്നില്ല എന്ന വിമർശനം എത്ര ഫെസ്റ്റിവൽ സീസണിൽ പ്രത്യേകമായിട്ടും കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് വേണ്ടത്ര വകയിരുത്തലില്ല എന്നൊരു പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു അതൃപ്തി ആ വകുപ്പിനും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനൊരു വസ്തുതയില്ല, എന്റെ അറിവിൽ ഇതുവരെ ഇല്ല. ഇന്നത്തെ ദിവസം എന്തായാലും ഞങ്ങളെല്ലാവരും വെച്ചുണ്ടായിരുന്നല്ലോ. അതെന്ന് പറഞ്ഞാൽ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് സ്പീച്ചിലാണ് എല്ലാ കാര്യവും പറയുന്നത് ധരിച്ചിട്ടാണ്. പ്ലാൻ എന്ന് പറയുന്നത് പ്ലാനിംഗ് ബോർഡ് അംഗീകരിച്ച പ്ലാനും അതിന്റെ ഡീറ്റെയിൽസും വേറെ ഫണ്ടിങ്ങും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ നമ്മളതുപോലെ ധനകാര്യ വകുപ്പ് ഈ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ബഡ്ജറ്റ് സ്പീച്ചിൽ പറയില്ല ചെയ്യേണ്ട കാര്യങ്ങൾ. അതൊക്കെ നിങ്ങളത് കൂട്ടിക്കഴിഞ്ഞാൽ ഇത്രയും വരുന്ന തുക എത്ര വരും, നമ്മൾ ആകെ ചെലവാക്കുന്ന തുക എത്രയോ വലുതാ. അപ്പം ആ പണമെല്ലാം കഴിഞ്ഞ പ്രാവശ്യമുള്ള പണവും എല്ലാം ഉണ്ടാവുമെന്ന് മാത്രമല്ല, സപ്ലൈകോ വളരെ
നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ. യെസ് താങ്ക് യു ശ്രീ കെ എൻ ബാലഗോപാൽ ധനമന്ത്രി. കേരളത്തിന്റെ പൊതുതാൽപര്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ്. അതിനപ്പുറം കേരളത്തിന് ഇന്നത്തെ ദിവസം അത്യാഹ്ലാദം കൊടുക്കുന്ന ബജറ്റാണെന്ന ചോദ്യത്തിന് അദ്ദേഹം അങ്ങനെ ഉത്തരം പറയുന്നില്ല. പക്ഷേ കേരളത്തിന്റെ താല്പര്യം, ദീർഘകാല താല്പര്യത്തെ ഇതിനകത്ത് മുൻനിർത്തിയിട്ടുണ്ട് എന്നതാണ്. ജ്യോതികുമാർ ചാമക്കാല, ഇത് യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റാണെന്ന് നിങ്ങൾ വിമർശിക്കുന്നു. സത്യത്തിൽ നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വേണമെങ്കിൽ അതിരുവിട്ട പ്രഖ്യാപനങ്ങൾ, അർത്ഥമില്ലാത്ത പ്രഖ്യാപനങ്ങളൊക്കെ നടത്താമായിരുന്ന ഒന്നാണല്ലോ. പക്ഷെ അതിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ആളുകൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ചിലത് പോലും അതിനകത്തുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ശരിക്കും എന്താണ് ഖജനാവിൻ്റെ സ്ഥിതി എന്ന് മനസ്സിലാക്കിയിട്ട് പരമാവധി പരിമിതപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ബജറ്റല്ലേ? അതിനെങ്ങനെയാണ് നിങ്ങളൊരു യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റ് എന്ന് വിളിക്കുക? അല്ല, ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം ടേം വന്നതിന് ശേഷം, രണ്ടാം സർക്കാർ വന്നതിന് ശേഷം ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ തുടക്കം മുതൽ തന്നെ, അതായത് 2016 ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഈ സംസ്ഥാനത്ത് അധികാരമേറ്റതിന് ശേഷം ഈ സംസ്ഥാനത്തെ സാമ്പത്തിക നയങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ലാതെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ UDF-നെ സംബന്ധിച്ച് ഞങ്ങൾ ഇത് യാഥാർത്ഥ്യബോധമില്ലാത്ത ബഡ്ജറ്റാണ് എന്ന് പറഞ്ഞത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു ബഡ്ജറ്റ് സംസ്ഥാനത്ത് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റ് അവതരണത്തിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ആ സംസ്ഥാനത്തിൻ്റെ കൃത്യമായ ധനസ്ഥിതി അവിടെ കോറിയിടുക എന്നതാണ് ലക്ഷ്യം. അതിലൂടെ നമ്മുടെ വരവും നമ്മുടെ ചെലവും, നമുക്ക് മിച്ചമായാലും കമ്മിയായാലും അത്തരത്തിലുള്ള ബഡ്ജറ്റ് എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്, കൂടുതൽ വിഭവ സമാഹരണത്തിന് എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏതെല്ലാം പുതിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്, ഇതൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, പിന്നെ അതുപോലെ തന്നെ ഓരോ നമ്പറും അവിടെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ നമ്പർ ഗെയിം ആകുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് കള്ളം വരേണ്ടതില്ല, വ്യക്തത വന്ന് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. സാമ്പത്തിക പ്രതിസന്ധി അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ പറയുമ്പോൾ ഈ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 5 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ കുടിശ്ശികയായി നിൽക്കുന്നു. എല്ലാ മേഖലയിലും സാമ്പത്തികത്തിൻ്റെ ഞെരുക്കമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക സ്ഥിതി ദൈനംദിനം ഓരോ നാൾക്കുനാൾ അതിഗുരുതരമായിക്കൊണ്ടിരിക്കുന്നു എന്ന് UDF പല പ്രാവശ്യം ഈ സർക്കാരിനോട് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതൊരിക്കലല്ല, നിരവധി തവണ. മാത്രമല്ല UDF-നെ സംബന്ധിച്ച് UDF-ലെ ഘടകകക്ഷികൾ പ്രത്യേകമായി സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കുകയും ഇതിനെ സംബന്ധിച്ച് പഠിക്കുവാൻ ഉപസമിതി ഉണ്ടാക്കുകയും ഞങ്ങൾ വൈറ്റ് പേപ്പർ, ഒന്നിലധികം തവണ വൈറ്റ് പേപ്പർ ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ടെല്ലാം ഇത് സംസ്ഥാനം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴെല്ലാം ഞങ്ങളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയും, എന്നാൽ ഏറ്റവും അവസാനം അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു നമ്മൾ കണ്ടു. ഇപ്പോൾ മന്ത്രി പറയുന്നത് നമ്മൾ സമരത്തിന് ചെല്ലുന്നില്ല, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴെങ്കിലും അതിനകത്ത് അടിസ്ഥാനപരമായ വസ്തുതകൾ ഉണ്ടാകണ്ടേ. ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു, IGST വീഴ്ച പരിഹരിച്ചുകൊണ്ട് നികുതി പിരിവ് കാര്യക്ഷമമാക്കും. ഞങ്ങൾ എത്രയോ വർഷമായി ചൂണ്ടിക്കാണിക്കുന്നതാണ്. GST വന്നതിന് ശേഷം നമുക്കറിയാം, ഞാൻ ഓരോ പിന്നെ ഹെഡ്ലൈൻ്റെയും കീഴിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. IGST പിരിവ് സമയബന്ധിതമായി നടപ്പിലാക്കുന്നില്ല എന്നും അതിൽ കുറ്റമറ്റതാകുന്നില്ല എന്നും ഞങ്ങൾ പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചതാണ്. അന്നൊക്കെ നിങ്ങൾ വിവരക്കേട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെയൊക്കെ ആക്ഷേപിച്ചവരാണ്. ഇന്ന് ബഡ്ജറ്റിൽ അദ്ദേഹം പറയുന്നു IGSTയുടെ പിരിവ് വീഴ്ച പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കൃത്യമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. മാത്രമല്ല, ഈ 57,000 കോടിയൊക്കെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വരുത്തണ്ടേ. എത്ര ലാഘവത്തോടെയാണ് സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി ഈ കണക്കുകളെക്കുറിച്ചൊക്കെ പറയുന്നത്. എല്ലാവരും മണ്ടന്മാരാണെന്ന് നോക്കൂ. ഇവിടെ GST കോമ്പൻസേഷൻ ഇപ്പോഴും 12,000 രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞതിനോട് നിഷാദിന് യോജിക്കാൻ കഴിയുമോ? ആർക്കും യോജിക്കാൻ കഴിയില്ല. പക്ഷേ സംസ്ഥാനത്തിൻ്റെ മന്ത്രി തുടരെയായി പറയുന്നു GST കോമ്പൻസേഷൻ ഇപ്പോഴും 12,000 കോടി രൂപ കിട്ടാനുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വിവരക്കേടുകൾ മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ് പ്രശ്നം. നോക്കൂ, ഇവിടെ ഓരോ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള തുകകൾ എത്ര ശതമാനം ചിലവഴിച്ചു എന്നതിനെ സംബന്ധിച്ച് ഇന്ന് പ്രതിപക്ഷം ബഡ്ജറ്റ് അവതരിപ്പിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മീഡിയ റൂമിൽ പത്രസമ്മേളനം നടത്തി നിയമസഭാ മന്ദിരത്തിൽ പറയുകയുണ്ടായി. കൃഷി മേഖലയിൽ മാത്രം 38% മാത്രമാണ് ഇതുവരെ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 62% ഇപ്പോഴും വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗ്രാമവികസന മേഖലയിൽ 46% ഇനിയും വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. സഹകരണ മേഖലയിൽ 91%-ലധികം ഇനിയും വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും ഇത്തരത്തിൽ വന്നിരിക്കുന്ന കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളതും എന്നാൽ ചിലവഴിക്കാൻ കഴിയാതെ പോകുന്നതും നമുക്കറിയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവിടെ ഇനി 1.5 മാസമാണുള്ളത്. അവിടെയൊക്കെ കിട്ടേണ്ട തുക പോലും അവർക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം പൈസ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട്
എന്തൊക്കെ പദ്ധതികളാണ് നമ്മൾ കൂടുതൽ പിന്നെ എന്താ പറയുന്നത് വിഭവ സമാഹരണത്തിന് ഉപയോഗിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. എങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ട് എന്ന് പറഞ്ഞു പോയാൽ ജോസ് സെബാസ്റ്റ്യൻ, ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നമുക്ക് വരുന്ന പൈസ കുറഞ്ഞിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് എന്നാണ് സർക്കാരിൻ്റെ വാദം. അങ്ങനെയല്ല എന്ന് പ്രതിപക്ഷം അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. എന്തായാലും ഫ്ലോ ഇല്ല, പൈസ വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഇനി അങ്ങോട്ട് വരാനും സാധ്യതയില്ല എന്ന് തന്നെ മനസ്സിലാക്കണമല്ലോ. ഇതൊക്കെയാണ് ക്രൈറ്റീരിയ എങ്കിൽ. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഇരവാദം കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ച് നമുക്ക് എന്തൊക്കെ പുതിയ സംഗതികൾ ആവിഷ്കരിക്കാം എന്നതിൽ ഊന്നണമല്ലോ. ആ ഊന്നൽ ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന് വിമർശിക്കുമോ താങ്കൾ? അല്ല, ഇതൊരു LDF UDF പ്രശ്നമല്ല. ഇത് നമ്മുടെ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ഈ മുന്നണി ഭരണം വരുത്തിവെച്ച എല്ലാ ദോഷങ്ങളുടെയും ഒരു ആത്യന്തിക പരിണിതിയാണ്. അതായത് പൊതുവിഭവങ്ങൾ സമാഹരിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചാൽ ഉടനെ പ്രതിപക്ഷം എതിർക്കും. ആ പ്രതിപക്ഷം എതിർക്കും എന്നുള്ളതിൻ്റെ പേരിൽ പലപ്പോഴും പല വിധത്തിലുള്ള വിഭവ സമാഹരണ ശ്രമങ്ങൾ നടത്തുകയാണ്. അതിന് പകരമായിട്ട് എളുപ്പത്തിൽ പറയാവുന്നത് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫെഡറൽ സെറ്റപ്പിൽ പഞ്ചായത്ത് തലത്തിൽ നികുതി പിരിക്കാനുള്ള അധികാരമുണ്ട്, സംസ്ഥാന തലത്തിൽ നികുതി പിരിക്കാനുള്ള അധികാരമുണ്ട്. എപ്പോഴും അടുത്ത തട്ടിലേക്ക് നോക്കിയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പരിഹാരം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോഴും നമ്മുടെ ഈ ബഡ്ജറ്റിൽ തന്നെ നമ്മുടെ ഈ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളത്തിൻ്റെ റവന്യൂ ചെലവ് എന്ന് പറയുന്നത് 49,000 കോടി രൂപയാണ്. പക്ഷേ അവിടുന്ന് കിട്ടുന്ന ഫീസ് എത്രയാണെന്നറിയാമോ? 795.8 കോടി എന്ന് പറഞ്ഞാൽ 1.63%. 100 രൂപ ചെലവാക്കുമ്പോൾ 1 രൂപ 63 പൈസയാണ് കിട്ടുന്നത്. 1972-73 ഇത് 5.5%. ഇന്ന് ആ 5.5% ഇന്ന് ചുമത്തുകയാണെന്നുണ്ടെങ്കിൽ 2,745 കോടി രൂപ കിട്ടും. തമിഴ്നാട്ടിൽ പോലും 4.41%. ഏറ്റവും ഉയർന്ന നിരക്ക് നിലവിലുള്ള ഹരിയാനയിൽ 6.61%. ഈ രീതിയിൽ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഈ ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ളവർ പറയാൻ പോകുന്ന എന്താണെന്നറിയാമോ? കണ്ടോ, ജനങ്ങളുടെ മേൽ ഭയങ്കരമായ നികുതി ഭാരം ഉണ്ടാക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ്? നമ്മുടെ സമ്പന്ന വർഗങ്ങളിൽ നിന്ന് വിഭവങ്ങൾ സമാഹരിക്കാൻ നമ്മുടെ ഭരണം തയ്യാറല്ല. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ആകമാനം ഏകദേശം 55,000 കോടി വരും നമ്മുടെ എല്ലാ അരിയേഴ്സും കൂടെ പലതരത്തിൽ കൊടുക്കാനുള്ളത്, ഗവൺമെൻറ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും അടക്കമുള്ളത്. പക്ഷേ വിഭവ സമാഹരണം എന്ന് പറഞ്ഞത് 1067 കോടി രൂപയാണ് വിഭവ സമാഹരണം. അതാണ് നമ്മുടെ സ്ഥിതി. അപ്പോൾ ഇത് കേന്ദ്രത്തെ നിന്ന് പരിഗണന എന്ന് പറയുന്നത് ശരിയാണ്, വരുന്നതിന് തടസ്സങ്ങളുണ്ട്. കാരണം ധനകാര്യ കമ്മീഷണർ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിഭവങ്ങൾ ഷെയർ ചെയ്യുന്നത്. കേരളം പോലെ ആഗോളതലത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നെന്ന് എല്ലായിടത്തും പറയുന്ന ഒരു സംസ്ഥാനത്തിന് ഇനി കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. കാരണം ഒരു ഫെഡറൽ സെറ്റപ്പിൻ്റെ യുക്തിയെന്ന് പറഞ്ഞാൽ വികസിത സംസ്ഥാനങ്ങളിൽ നിന്ന് അവികസിത സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ വിഭവങ്ങൾ പോവുക എന്നാണ്. കേരളത്തിൽ നിന്ന് 1 രൂപ സമാഹരിക്കുമ്പോൾ 57 പൈസയെ കിട്ടുന്നുള്ളൂ. മഹാരാഷ്ട്രയ്ക്ക് എത്ര കിട്ടുന്നതെന്നറിയാമോ? മഹാരാഷ്ട്രയ്ക്ക് കിട്ടുന്നത് വെറും 9 പൈസയാണ്. തമിഴ്നാടിന് കിട്ടുന്നത് 27 പൈസയാണ്. അപ്പോൾ ഇതല്ല പരിഹാരം. കേരളത്തെ സംബന്ധിച്ച് പലതരത്തിൽ നമ്മൾ മുന്നോട്ട് പോയൊരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ നമ്മൾ പൊതുവിഭവങ്ങൾ സമാഹരിക്കണം. അതിന് നമ്മുടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ സമന്വതയാണ് വേണ്ടത്. അതിന് പകരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലാണ്. ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒരു പദ്ധതി യഥാർത്ഥത്തിൽ നടപ്പിൽ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പിന്നെ ഉള്ളതെന്താണ്? ഒരു പ്രകടമായ നയം മാറ്റം കാണുന്നുണ്ട്. അത് ശുഭോദർക്കമാണ്. അത് നമ്മുടെ സ്വകാര്യ മേഖലയോടുള്ള മനോഭാവത്തിൽ വലിയ മാറ്റമുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ പൊതുമേഖല എന്ന് പറഞ്ഞാൽ തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, സ്വകാര്യ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാകാതെ കിട്ടിയാൽ കൊല്ലാതെ വളർത്താം, ഇതായിരുന്നു മനോഭാവം.
പക്ഷേ ഇന്നത് മാറി. ഇന്നിപ്പോൾ സ്വകാര്യ മേഖലയിലുള്ള വ്യവസായങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് വ്യവസായ പാർക്കുകൾ സ്വകാര്യ മേഖലയിലാകാം, സ്വകാര്യ സർവകലാശാലകളാകാമെന്ന് വന്നിരിക്കുന്നു. സംരംഭകത്വം എന്ന് പറയുന്നത് ഒരു നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു മൂല്യമായി മാറി. പണ്ടാണെങ്കിൽ സംരംഭകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൂരാച്ചികളായിരുന്നു, അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഖരാവോ ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഓടിക്കേണ്ടവരായിരുന്നു. അക്കാര്യത്തിൽ നമ്മുടെ കോൺഗ്രസ്സുകാരും CPM-കാരും തമ്മിലൊന്നും വലിയ വ്യത്യാസമില്ലായിരുന്നു. പക്ഷേ ഇതൊരു നല്ല ലക്ഷണമാണ്. ഇപ്പം നമ്മുടെ ആദിവാസികളുടെയും ഷെഡ്യൂൾഡ് കാസ്റ്റുകളുടെയും കാര്യത്തിൽ ഒരു നല്ല നിർദ്ദേശമുണ്ട്. അതായത് അവരിൽ സംരംഭകത്വം വളർത്തണം. അവരെല്ലാ കാലത്തും സർക്കാരിനെ ആശ്രയിക്കേണ്ടവരല്ല, അവരിൽ നിന്നും സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകണം എന്നതിൻ്റെ പേരിൽ അവർക്ക് എന്തോ ഒരു ചെറിയൊരു അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിനകത്ത് സർക്കാർ രണ്ട് കാര്യങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിക്കുകയാണ്. വിഭവ സമാഹരണത്തിന് കേരളം പോലെ ഒരു നാട്ടിലുള്ള ചില രാഷ്ട്രീയ തടസ്സങ്ങളെ കുറിച്ച് പറയുന്നു. ഒപ്പം സർക്കാരിൻ്റെ സമീപന മാറ്റം ശുഭോദർക്കമാണ് എന്നും. ഞാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണ് ഈ ബജറ്റിൻ്റെ ഒരു കോർ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളുടെ ഒരു കോർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന വിവേചന സമീപനമാണെന്ന് സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? കേന്ദ്ര സർക്കാർ ഫെഡറൽ സംവിധാനത്തിൻ്റെ അടിയളക്കുന്നുണ്ട്, പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കുന്നുണ്ട് എന്നതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ സാമ്പത്തികമായി കേരളത്തെ പിടിച്ചൊലയ്ക്കാൻ രാഷ്ട്രീയ താല്പര്യത്തോടെ മോദി സർക്കാർ ഇടപെടുന്നുണ്ട് എന്ന വാദത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, അതോ അത് കംപ്ലീറ്റ് കള്ളമാണ് എന്ന വാദമാണോ നിങ്ങൾക്കുള്ളത്? എന്നോടാണോ ചോദ്യം? ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് അബ്ദുറഹ്മാൻ തോന്നിയപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രസംഗമായി മാറരുത്. കാരണം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ഒരു ബജറ്റ്. ഒരു ബജറ്റ് ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല. ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ സാഹചര്യങ്ങളെ പൂർണ്ണമായി വിലയിരുത്താനാകണം. ഇവിടെ സത്യത്തിൽ കേരളത്തിന്റെ അവസ്ഥ അരിമണിയൊട്ട് കുറിക്കാനില്ല, തരിവളിയിട്ട് കിളിക്കാൻ മോഹം എന്നതാണ്. നമ്മുടെ ഖജനാവ് പൂർണ്ണമായും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. കാരണം നമുക്കറിയാം 2016 1.5 ലക്ഷം കോടിയോളം രൂപ കടബാധ്യത ഉണ്ടായിരുന്നത് ഇന്ന് 4 ലക്ഷം കോടി കടബാധ്യതയിൽ എത്തി നിൽക്കുകയാണ്. ഒരു സംസ്ഥാനം എല്ലാ മേഖലയിലും കടബാധ്യതയിൽ നിൽക്കുന്നു. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച തുക പലതും വിനിയോഗിക്കാൻ കഴിയാതെ കിടക്കുന്നു. ഈ യാഥാർത്ഥ്യ ബോധത്തെയൊക്കെ കാണാതെ ഇത് സത്യത്തിൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചത് ഈ ബി പ്ലാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലഘട്ടങ്ങളിലെ ആ ബാക്ക് പ്ലാൻ ആണോ എന്നാണ്. കാരണം അതല്ലാതെ മറ്റൊന്നും ആലോചിക്കാൻ കഴിയില്ല. കാരണം ഇത് സത്യത്തിൽ ഈ ഗവൺമെന്റിന്റെ തന്നെ നയപരമായി തന്നെ ഒരു യു ടേൺ ആണ്. കാരണം കേരളത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടക്കേണ്ടിയിരുന്ന ഒരുപാട് വികസനങ്ങൾക്ക് പാരവെച്ചതിന് ശേഷം ഇപ്പോൾ അവർ തുടക്കം കുറിച്ച ഒന്നാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ സർവകലാശാലകളിലേക്ക് വരുന്നു, സർവകലാശാല സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സർവകലാശാലകൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നു എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടല്ലേ TP ശ്രീനിവാസനെ മുമ്പ് ഒരു കരിയോല ഒഴിച്ചത്, അന്ന് അദ്ദേഹത്തെ മുഖത്തടിച്ചത്? ഇതൊക്കെ കേരളം മറന്നിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം, അതുപോലെ ആരോഗ്യ മേഖലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചതിന്റെ പേരിലാണല്ലോ കൂത്തുപറമ്പിൽ 5 രക്തസാക്ഷികൾ ഉണ്ടായത്. അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടതായിരുന്നു. കാരണം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആരോഗ്യരംഗത്തൊന്നും സ്വകാര്യ ഇടപെടലുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അവർ ഇന്ന് സത്യത്തിൽ യു ടേണിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെയാണോ അവർ എതിർത്തത്, ആ എതിർത്തതൊക്കെ തന്നെ കേരളത്തിൽ കൊണ്ടുവരാൻ ഇപ്പോൾ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതി വന്നു, അന്ന് അവരെടുത്ത നിലപാട് എന്താണ്? 6000 കോടി രൂപയുടെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ഇവിടെ തുടങ്ങാനിരിക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ് അതിനെതിരായി ക്യാമ്പയിൻ നടത്തിയ ആളാണ് ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി. അതൊക്കെ വിസ്മരിക്കാൻ കഴിയുമോ? ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ പൂർത്തീകരണത്തിന് 1000 കോടി രൂപ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അവർ ചെയ്തതിൽ നിന്ന് ഒരു വലിയ യു ടേൺ ഇതിൽ കാണുന്നു എന്നതാണ് ഞങ്ങൾ കാണുന്ന ഒരു സവിശേഷത. പക്ഷെ അതോടൊപ്പം തന്നെ ഇതൊക്കെ നടപ്പിലാക്കാൻ ആവശ്യമായ സ്വകാര്യ മുതലാളിമാരിൽ നിന്ന് പണം സമാഹരിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ കഴിഞ്ഞ കാലത്തും പറഞ്ഞല്ലോ. നിങ്ങൾക്കറിയാം, എത്രയെത്ര പദ്ധതികളോട് പറഞ്ഞു. ഹാർഡ്വെയർ ഹബിനെ കുറിച്ചുകൂടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ അങ്ങനെ പറയുകയാണ്. തരിവളയിട്ട് കിളിക്കാനുള്ള മോഹം പറയുകയാണ്. കേരളത്തിന് അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് എന്താണ് ഇവർക്ക് ഇടപെടാൻ കഴിഞ്ഞത്? അങ്ങനെ ഇടപെടാൻ കഴിയുന്ന ഒന്ന് ഈ ബജറ്റ് മുഴുവൻ പരതി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുമോ? എവിടെയും കാണാൻ കഴിയില്ലല്ലോ. ആകെ അവർ ഒരു ഇടപെടൽ നടത്തിയത് ഞാൻ കണ്ടത് ബീവറേജിൽ മാത്രമാണ്.
കാരണം ബീവറേജ് കോർപ്പറേഷൻ 1608 കോടി രൂപ നഷ്ടത്തിലായിരുന്നു എന്നാണ്. ആ ബീവറേജ് കോർപ്പറേഷന് വിദേശ മദ്യം ഉണ്ടാക്കിയിട്ട് അങ്ങ് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, കേരളത്തിൽ ഏതെങ്കിലും മേഖലയിൽ ഇടപെടാൻ കഴിയുന്ന യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതുവഴി മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഇവിടെ പറഞ്ഞു എത്ര വലിയ വായിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ പോകുന്ന നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന പദ്ധതികൾ, ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച്, ഇതൊക്കെ ഒരു തമാശയല്ലേ? ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കാൻ പോകുന്ന വലിയ തുക 1132 കോടി രൂപ ചെലവഴിക്കുമെന്ന് പറയുമോ? സർ, കഴിഞ്ഞ ബജറ്റിൽ നീക്കിവെച്ച തുകയിൽ നിന്ന് എത്ര രൂപയാണ് ചെലവഴിച്ചത്? 2025 5 ലക്ഷം വീടുകളെന്ന് ഇന്ന് മന്ത്രി പ്രഖ്യാപിച്ചല്ലോ. അത് കേരളം വിശ്വസിക്കണോ? കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ഇനത്തിൽ വിനിയോഗിച്ച 717 കോടി രൂപയാണ് ചെലവഴിച്ചത്. അതായത് 2.76% ലൈഫ് മിഷൻ പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിനിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ സാമ്പത്തിക വർഷം പണം പോലും വിനിയോഗിക്കാൻ കഴിയാതെ, ജനങ്ങൾക്കിടയിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നൊരവസ്ഥയിൽ നിന്ന് വീണ്ടും ഇത് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇതിൽ പറയുന്ന പദ്ധതികൾ ഓരോന്ന് പരിശോധിച്ചാലും നമുക്ക് ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. കാരണം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഒരു വിഡ്ഢികളാണ് എന്ന് കരുതുന്ന രീതിയിലുള്ള ഒരു പ്രയോഗമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കാര്യങ്ങൾ ശരിയാവണ്ണം പറയാതെയുള്ള ബജറ്റ് എന്ന വിമർശനമാണ് താങ്കൾക്കുള്ളത്. അല്ല, VPP മുസ്തഫ, CPIM നേതാവ് കൂടി എന്നോടൊപ്പം. VPP മുസ്തഫ, ഇത് എല്ലാവരുടെയും പ്രതീക്ഷയെ നിറവേറ്റാൻ, എല്ലാവരുടെയും മീൻസ് എല്ലാ മേഖലകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇപ്പോൾ കാർഷിക മേഖലയാണ്, തൊഴിൽ മേഖലയാണ്. ഇതിൻ്റെയൊക്കെ പ്രതീക്ഷകളെ നിറവേറ്റാൻ കഴിയാതെ പോയി എന്ന പ്രശ്നം ഈ ബജറ്റിനുണ്ടോ? ഇപ്പോൾ താങ്ങുവിലയെക്കുറിച്ചായാലും 10 രൂപയെ കിട്ടിയുള്ളൂ, അതല്ല പ്രതീക്ഷിച്ചത്. അതിനപ്പുറം നെൽകർഷകരടക്കമുള്ള ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ക്ഷേമ പെൻഷൻ, വെൽഫെയർ സ്കീം നിങ്ങളുടെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അവിടെ അത് ഉയർത്തുമെന്നുള്ള നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കപ്പെടുമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട അടിസ്ഥാന മേഖലകളെ വേണ്ടത്ര സന്തോഷിപ്പിക്കാത്ത ഒരു ബജറ്റ് എന്ന പ്രശ്നം ഇതിനുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ കുറച്ച് സമയം നമ്മുടെ ചാനലിൽ മാത്രമായിട്ട്, മീഡിയ വണ്ണിന് മാത്രമായി സമയം അനുവദിച്ച് പ്രതികരിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ തൊട്ട് അദ്ദേഹത്തിന്റെയും സ്വാഭാവികമായിട്ടും കേരളത്തിലെ LDF മന്ത്രിസഭയിൽ, പ്രത്യേകിച്ച് അതിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് സർവതല സ്പർശിയായിട്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ്. എന്നാൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ആരെയും അത്യാഹ്ലാദത്തിലേക്ക് നയിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. കാരണം കേരളത്തിനൊരു സാമ്പത്തിക ഞെരുക്കമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇത് ഗവൺമെന്റ് തന്നെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നുണ്ട്, ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നുണ്ട്. ഇപ്പൊ നടന്ന നവകേരള സദസ്സിലെല്ലാം ആ കാര്യം തന്നെയാണല്ലോ വിശദീകരിച്ചത്. നമ്മുടെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും ഞെരുക്കത്തെക്കുറിച്ചും ഗവൺമെന്റ് മറച്ചുവെക്കുകയല്ല ചെയ്തത്. ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെയാണ് വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട് ആ സാമ്പത്തിക ഞെരുക്കം എന്നത് ഉൾപ്പെടെയാണ് പറയുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും അബ്ദുറഹ്മാൻ രണ്ടത്താണിയും എല്ലാം പറയുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുക എന്നാണ്. യഥാർത്ഥത്തിൽ ആരാണ് വിഡ്ഢികളാകുന്നത്? ഞങ്ങൾ വിഡ്ഢികളായേ തീരൂ എന്ന് UDF വാശി പിടിച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചപ്പോൾ UDFനെ ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഞങ്ങൾ തന്നെയല്ലേ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന്. എന്തിനാ പരിഹസിച്ചത്? ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം ഗവൺമെന്റ് തന്നെ ചൂണ്ടിക്കാണിച്ചപ്പോൾ കോൺഗ്രസ് UDF പറഞ്ഞത് എന്താ? കേരളം ശ്രീലങ്കയാകാൻ പോകുന്നു എന്നാണ്. അന്ന് ശ്രീലങ്കയിൽ ചില സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അന്ന് അവരുപയോഗിച്ച വാദം അതാണ്, കേരളം ശ്രീലങ്കയാകും. പ്രതിപക്ഷ നേതാവിന്റെ തന്നെ പ്രസ്താവന അങ്ങനെയായിരുന്നു, കേരളം ശ്രീലങ്കയാകും എന്നാണ്. കേരളം ശ്രീലങ്കയായോ? ഇല്ലല്ലോ. അതുകൊണ്ട് അയഥാർത്ഥമായ കാര്യം എന്തോ ഒന്ന് കിട്ടുമ്പോഴേക്ക് അതിൽ ചാടി പിടിച്ചിട്ട് അങ്ങേയറ്റം മോശമായ നിലയിൽ കേരളത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ വിമർശിച്ചിട്ടുണ്ട്, അതിനെ പരിഹസിച്ചിട്ടുണ്ട്, ആ നിലപാടിനെ പരിഹസിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോ കേരളം എന്തോ വികസിതമായിരിക്കുകയാണ്. അങ്ങനെ വികസിതമായതുകൊണ്ട് ധനകാര്യ കമ്മീഷന്റെ പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നേട്ടങ്ങൾ കൊയ്ത സംസ്ഥാനങ്ങൾക്ക് വിഹിതം തരാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് എന്നാണ് മറ്റൊരു പ്രതിനിധി പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ന്യായങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോക്കൂ, ആ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് പ്രസംഗിച്ചത് എന്താ? ഈ നാടൊരു സൊമാലിയാണെന്നാ, ഈ നാടൊരു സൊമാലിയാണ് എന്ന് പ്രസംഗിച്ച പ്രധാനമന്ത്രിയുള്ള നാടാണ് കേരളത്തെ കുറിച്ചിട്ട്. ആ കേരളത്തെ കുറിച്ച് ഇവരിപ്പോ പറയുന്നത് എന്താ? കേരളത്തിന്റെ വിഹിതം കുറയ്ക്കേണ്ടി വരുന്നത്, ധനകാര്യ കമ്മീഷനുകൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത്
നേരത്തെ 4% അടുത്ത്, പിന്നെ 3% അടുത്ത് ഉണ്ടായത്. ഇപ്പൊ 15ാം ധനകാര്യ കമ്മീഷനിലെത്തിയപ്പോ 1.9% കുറച്ചു കൊണ്ടുവരേണ്ടി വന്നത് കേരളം നേട്ടങ്ങൾ നേടിയത് കൊണ്ടാണ്, നിങ്ങൾ വികസനം ഉണ്ടാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ വീതമൊക്കെ എടുത്തിട്ട് അത്ര വികസിക്കാത്ത ഉത്തർപ്രദേശിനും ഗുജറാത്തിനും മധ്യപ്രദേശിനും ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് എന്നാണ്. അപ്പൊ സൊമാലിയ വാദം വിട്ടോ? നിങ്ങൾ കേരളം വികസിച്ചു എന്ന് അംഗീകരിച്ചോ? ഇതാണ് ഞങ്ങൾ പരിഹസിച്ചത്. അപ്പൊ യാഥാർത്ഥ്യത്തെ പോലെ കണ്ട് സംസാരിക്കാതെ ഇടതുപക്ഷത്തെ വിമർശിക്കണം. ശരി. അപ്പൊ വി പി മുസ്തഫ നോക്കൂ, നമ്മളെല്ലാം ഇൻഡെക്സിലും മുകളിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെ നിൽക്കുന്ന സംസ്ഥാനത്തിന് വാരിക്കോരി പൈസ തരാൻ വകുപ്പില്ല എന്നതാണ് ക്രൈറ്റീരിയ പറയുന്ന കാര്യം. അപ്പൊ നമ്മൾ തുടർന്ന് അങ്ങോട്ടും ഇനി വലിയ ഫണ്ട് ഫ്ലോ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുകയാണ് ശ്രീ ജോസ് സെബാസ്റ്റ്യനെ പോലുള്ള ആളുകൾ. അത് തന്നെ ആയിരിക്കുമല്ലോ യാഥാർത്ഥ്യം. അങ്ങനെ ഇരിക്കെ നമ്മൾ പുതിയ മാർഗങ്ങൾ അവലംബിക്കണം. നമ്മുടെ ഈ രാഷ്ട്രീയ സമീപനം മാറ്റണം. പൊതുമേഖലയെ കൊണ്ട് നടക്കുന്നതിലടക്കം സ്വകാര്യ മേഖലയെ സ്വാഗതം ചെയ്യുന്നതിലടക്കം നമുക്ക് വലിയ ഷിഫ്റ്റ് വേണ്ടി വരുന്നതാണ്. സോ ഇടതുപക്ഷ സർക്കാരിന് അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥ മുന്നിൽ വന്നുപെട്ടിട്ടുണ്ടോ? നിങ്ങൾ കാണേണ്ടത്, ഞങ്ങൾക്ക് ബദലുണ്ട്. ആ ബദൽ എന്ന് പറയുന്നത് ഏതാ? ഷിഫ്റ്റ് ചെയ്തെന്ന് പറയുന്നത് ഏതാ? കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA ഗവൺമെന്റ് ആയിരുന്നാലും BJP നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റ് ആയിരുന്നാലും സ്വീകരിക്കുന്നത് ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളാണ്, കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ജനപക്ഷ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങൾക്ക് പകരം അധ്വാനിക്കുന്ന ബഹുജനങ്ങളുടെ, തൊഴിലാളികളുടെ, കർഷകരുടെ, സാധാരണക്കാരന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ബദൽ വികസന നയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഷിഫ്റ്റ് അതിലാണ്. ആഗോളവൽക്കരണ നയങ്ങളിൽ നിന്ന് ജനപക്ഷ നയങ്ങളിലേക്കുള്ള ഷിഫ്റ്റാണുള്ളത്. ഇവരെല്ലാം പറഞ്ഞു വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താ? ഇടതുപക്ഷം എന്തോ സ്വകാര്യ മേഖലയെ ഇതുവരെ തൊടാത്ത ഒന്നാണ്, ഞങ്ങളെന്തോ അതിനെ തീണ്ടാപ്പാട് അകലെ നിർത്തിയ ഒന്നാണ്. ആണോ? ഇന്ത്യയിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് അധികാരം കിട്ടിയത്, ഇടതുപക്ഷത്തിന് അധികാരം കിട്ടിയത് ഈ കേരളത്തിലാണല്ലോ. ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിയത് 1957. ആ EMS ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ത്യയിൽ കമ്മ്യൂണിസം പഠിപ്പിച്ച EMSന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരം കിട്ടിയ കേരളത്തിൽ വന്നപ്പോ ഏറ്റവും വലിയ സ്വകാര്യ കുത്തക മുതലാളിയെ കേരളത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു. അങ്ങനെയാണല്ലോ ഗാളിയോർ റയൻസ് ഉണ്ടായത് കോഴിക്കോട്ടെ മാവൂരിൽ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വിഭവങ്ങൾ അന്നത്തെ ചെറിയ വിലക്ക് പോലും കൊടുക്കാൻ അന്നത്തെ ഗവൺമെന്റ് സമ്മതിക്കേണ്ടി വന്നിരുന്നു, വലിയ മുതൽ. അതുകൊണ്ട് എന്തോ കേരളത്തിൽ ആ 57 മുതൽ എത്രയേറെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവിധ. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സമീപനത്തെ പണയം വെക്കാതെയുള്ള പുതിയ ബദൽ മാർഗങ്ങൾ തന്നെയാണ് ആലോചിക്കുക എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. കുമാർ ചാമക്കാല വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് വ്യക്തത വരുത്തുന്നതാണ് സത്യത്തിൽ ഇന്നത്തെ ബജറ്റ്. അതെല്ലാവർക്കും അറിയാം, നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ പ്രതിസന്ധി എങ്ങനെ ഉണ്ടാകുന്ന കാര്യത്തിലാണ് നിങ്ങൾക്കിടയിലുള്ള തർക്കമുള്ളത്. ഇപ്പം നമ്മുടെ റണ്ണിങ് കോസ്റ്റ് മീറ്റ് ചെയ്യാൻ നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ IGST പോലുള്ള നികുതി കുടിശ്ശിക പിടിച്ചെടുക്കൽ പോലെയുള്ള സംഗതികളൊക്കെ ശരിയാണ്. പക്ഷെ ഇനി അങ്ങോട്ട് കേരളത്തിന് മുന്നോട്ട് പോകണം, പുതിയ പദ്ധതികൾ വേണം, വികസനത്തിൻ്റെ പുതിയ സാധ്യതകൾ തുറക്കണം, ഒരുപാട് പൈസ ആവശ്യമുണ്ട്. അല്ല, പ്രതിപക്ഷം അതിനകത്ത് ക്രിയേറ്റീവായിട്ടുള്ള എന്ത് അധിക വിഭവ സമാഹരണ ആശയങ്ങളെയാണ്, നവീനമായ സംഗതികളെയാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? അതോ ഈ പശുത്തൊഴുത്ത് പണിയുന്നതൊക്കെ നിർത്തിയാൽ കേരളത്തിന് പോകാവുന്നതേ ഉള്ളൂ എന്നതാണോ നിങ്ങളുടെ ലൈൻ? നിഷാദേ, അതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ആദ്യം സർക്കാരിനുണ്ടാകേണ്ടത് സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകണം. രണ്ടാമത്തേത്, സർക്കാർ സത്യം മാത്രം പറയണം. സർക്കാർ പബ്ലിക്കിനോട് സംസാരിക്കുമ്പോൾ, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മേൽ ചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയണം. ഈ ഗതികേടിലേക്ക് എത്തുമ്പോൾ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, മുമ്പ് പറഞ്ഞൊന്നും, ഈ ഗതികേടിലേക്കാണ് സംസ്ഥാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങളത് സമ്മതിച്ചില്ലെന്നാണ് VP മുസ്തഫ പറയുന്നത്. നിങ്ങൾ എപ്പോഴാണ് സമ്മതിച്ചു തുടങ്ങിയത്? നിങ്ങൾ ഏത് ഘട്ടത്തിൽ വെച്ചാണ് സമ്മതിച്ചു തുടങ്ങിയത്? ഏറ്റവും അവസാനം ഇത്തരത്തിൽ നോക്കൂ, ഇന്നിപ്പോൾ ഇറന്നും വേണ്ട, നമ്മൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിഷാദ് ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ. ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ 5 മാസത്തേത് കൊടുക്കാനുള്ളതിനെ സംബന്ധിച്ച് എന്ന് കൊടുക്കുമെന്ന് പോലും പറയാൻ കഴിയുന്നില്ലല്ലോ ധനകാര്യമന്ത്രിക്ക്. അപ്പോൾ സാമ്പത്തിക ഇത് ഉണ്ടാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതത്തെക്കുറിച്ച് കുറവ് വന്നിട്ടുണ്ട്, ശരിയാണ്. ഇതൊക്കെ പറയുമ്പോഴും 10ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 3.48% ആയിരുന്നു. 13ാം ധനകാര്യ കമ്മീഷനിൽ UDFന്റെ കാലത്ത് 2.4 ആയിരുന്നു. എന്നാൽ 14ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത്, LDFന്റെ കാലത്ത് തന്നെ 2.5ലേക്ക് ഉയർന്നതിന് ശേഷമാണ് 1.98ലേക്ക് എത്തിയിട്ടുള്ളത്. ഇതൊക്കെ ഫിഗേഴ്സായിട്ട് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണ്ടേ? ഇനി ഞാൻ മുമ്പ് ചോദിച്ചല്ലോ, എവിടെയാണ് ഇവർക്ക് GSTയുടെ കോമ്പൻസേഷൻ 2022 ശേഷം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത്? കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയ 2017 മുതൽ 2022 വരെ
GST കോമ്പൻസേഷൻ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 14% ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് ഇനി നിയമപരമായിട്ട് അത്രേ കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ സാഹചര്യം വേറെയാണ്. നമ്മൾ 2 പ്രളയത്തെയും കോവിഡ് കാലത്തെയും മറികടന്ന് വന്നു. നിങ്ങൾ അതുകൊണ്ട് എക്സെപ്ഷൻ തരണമെന്നാണ് ആവശ്യം. അപ്പൊ അല്ല, എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നേ? അത് ഒരു സംസ്ഥാനത്തിന് മാത്രമായി കൊടുക്കാൻ കഴിയുമോ? അത് പ്രായോഗികമാണോ? ഒരു പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ GST-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഞാൻ അതിന്റെ സമയക്കുറിച്ച് അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇന്ധന സെസ് കഴിഞ്ഞ പ്രാവശ്യം 2 രൂപ വെച്ച് കൂട്ടി. ആ ഇന്ധന സെസ് 2 രൂപ വെച്ച് കൂടിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതല്ലേ, ഇവിടെ സംസ്ഥാനത്ത് വിലക്കയറ്റത്തിന് മാത്രമേ അത് കാരണമാകൂ എന്ന് നമ്മളെല്ലാവരും പറഞ്ഞതല്ലേ? മാത്രമല്ല, നിങ്ങൾ ഈ 2 രൂപ വെച്ച് കുറവ് കൂട്ടിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ധനം ഉപയോഗിക്കുന്ന വഴി, ഇപ്പോൾ VP മുസ്തഫ ബോർഡറിൽ താമസിക്കുന്ന ആളാണ്, അദ്ദേഹം പോലും ഒരു പക്ഷേ കർണാടകത്തിൽ നിന്നായിരിക്കാം പെട്രോൾ ഡീസലും ഒക്കെ അടിക്കുന്നത്. കാരണം കാസർഗോഡുകാരനാണല്ലോ. ഒരിക്കലെങ്കിലും അദ്ദേഹം ഈ സർക്കാർ വന്നതിന് ശേഷം അടിച്ചിട്ട്, ഈ കഴിഞ്ഞ വർഷം സാമ്പത്തിക ബഡ്ജറ്റിന് ശേഷം അടിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിൽ അത് കൈകൊള്ളുന്ന ഏർപ്പാടാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വിലക്കയറ്റം ഉണ്ടാക്കാൻ കാരണമായി എന്ന് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം സിമ്പിളാണ്. നമ്മൾ കേരളത്തെ സംബന്ധിച്ച് സാധാരണ ഒരു ബജറ്റ് ചർച്ചയല്ല ഇതിനപ്പുറം. കാരണം നമ്മൾ വലിയ ക്രൈസിസിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും അഭിമാന പദ്ധതിക്ക് പോലും ഫണ്ട് മാറ്റിവെക്കാൻ പറ്റുന്നില്ല. ഇതിനകത്തൊരു കാര്യമുള്ളത്, നിങ്ങൾ പറഞ്ഞു എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടണമെന്ന് ഈ പറയുന്ന കണക്കൊന്നും ഉള്ളതല്ല, മീൻസ് അത് കിട്ടാൻ പോകുന്നതല്ല എന്ന്. നമുക്ക് ഹ്യൂജ് എമൗണ്ട് ആണ് വേണ്ടത്, ഹ്യൂജ് എമൗണ്ട്. അല്ലാതെ ഇവിടെ എന്താ പറയുന്നത്, പശുത്തൊഴുത്തിന് 3.5 ലക്ഷത്തിന്റെ കൊട്ടേഷൻ നിങ്ങൾ പറയുന്ന മാർഗം എന്താണ്? ഇപ്പൊ നികുതി പിരിവിന്റെ പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ കാലത്തും പിരിച്ചെടുക്കാനുണ്ടായിരുന്നു വലിയ നികുതി എന്ന് നമുക്കറിയാലോ. നികുതി പിരിവിന്റെ പ്രശ്നം മാത്രമേ നമ്മൾ നേരിടുന്നുള്ളൂ ചാമക്കാല? വേറെ നിങ്ങൾക്ക് വികസന മാർഗരേഖയുണ്ടോ? അല്ല, നോക്കൂ, ഞങ്ങളോട് വികസന മാർഗരേഖയെക്കുറിച്ച് ചർച്ച ചെയ്താൽ ഞങ്ങൾ പറയാമെന്നേ. അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു കാര്യം കൂടി ആവർത്തിക്കട്ടെ. ഇവിടെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ സംബന്ധിച്ച് UDF-ന്റെ നിലപാട് തുടക്കം മുതൽ അത് സംസ്ഥാനത്തിന്റെ കടബാധ്യതയുടെ ഭാഗമായി മാറും എന്നത് തന്നെയായിരുന്നു. അതിപ്പോഴും ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അത് മനസ്സിലാക്കിയെടുക്കാൻ, അത് ബോധ്യപ്പെടുത്തിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് എന്താ താമസം ഉണ്ടായത്? നമുക്കറിയാം, കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും, അതുപോലെ തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൻ്റെ കാര്യത്തിലായാലും, അവിടെയൊക്കെ എടുക്കുന്ന നികുതി അല്ലെങ്കിൽ കടമെടുപ്പ്, ആ കടമെടുപ്പ് സംസ്ഥാനത്തിൻ്റെ മൊത്തം കടബാധ്യതയുടെ ഭാഗമായി വരും എന്ന കാര്യത്തിൽ ആർക്കാ അറിഞ്ഞൂടാത്തത്? അതുപോലും അതൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങനൊന്നും ഇല്ല എന്ന് തോമസ് ഐസക് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകുമോ? അപ്പോൾ പറയുന്ന കാര്യങ്ങളിലെ ശരി മനസ്സിലാക്കാനുള്ള കഴിവ് CPM-കാർക്ക് ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടാകാതെ പോയതിൻ്റെ കൂടി ബാക്കി പത്രമല്ലേ ഇത്? ഞാൻ നിഷാദിനോട് തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം തന്നെയായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ കിഫ്ബിയിലെയും അതുപോലെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലെയും ഒക്കെ ലയബിലിറ്റി നമ്മുടെ മൊത്തം ലയബിലിറ്റിയുടെ ഭാഗമാകും എന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്തപ്പോഴും അതിനെ എതിർത്ത് നിന്നുള്ള തോമസ് ഐസക്കും കൂട്ടരും മാത്രമല്ലേ? ഇപ്പോൾ എന്താ ഈ ഏറ്റവും അവസാനത്തെ അവസ്ഥ? അപ്പോൾ കണ്ടറിയാത്തവൻ കൊണ്ടറിയും എന്ന് പറഞ്ഞതുപോലെ അവസാനം ചെന്നുപെട്ടിരിക്കുന്നു. നോക്കൂ, ഇന്നിപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലെ അവസ്ഥ തന്നെ നോക്കൂ. റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയാക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ട് UDF സർക്കാർ കാലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ 2016 ഇറങ്ങുമ്പോൾ താങ്ങുവില 150 രൂപയാണ്. എന്നിട്ട് ഒന്നാം പിണറായി സർക്കാർ വെറും 20 രൂപയാണ് കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ മൂന്നാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ 10 രൂപയോട് കൂട്ടിയിരിക്കുന്നു. അങ്ങനെ 180 രൂപയിലേക്ക് മാറുന്നതിനപ്പുറത്തേക്ക് എന്താ ചെയ്യുന്നത്? അപ്പോൾ ആ രീതിയിൽ മാത്രമല്ല, 2021-22 500 കോടി രൂപ ബഡ്ജറ്റിന്റെ ഭാഗമായി നീക്കി വെച്ചു. എന്നാൽ ചിലവഴിച്ചത് വെറും 25 കോടി രൂപയാണ്. 22-23 500 കോടി രൂപ നീക്കി വെച്ചു, ചിലവഴിച്ചത് 50 കോടി രൂപയാണ്. 23-24 സമയം വേഗത്തിൽ തീരുന്നതാണ്. ജോസ് സെബാസ്റ്റ്യൻ, താങ്കൾ ഇടതുപക്ഷത്തെ ഉപദേശിക്കുന്നത് നമ്മുടെ ഈ പൊതുമേഖലാ സ്നേഹം അടക്കം മാറ്റിവെക്കാൻ, പ്രോഫിറ്റ് ഓറിയന്റഡ് ആയി ചിന്തിച്ചാൽ മതി. കാശ് ഉണ്ടാക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അടുത്ത വഴി എന്ന നിലയ്ക്ക് വളരെ ഖണ്ഡിതമായ നിലപാട് പൊതുമേഖലയോടക്കം സ്വീകരിക്കാനുള്ള സമയമായി കഴിഞ്ഞു. ഇനി നമുക്കൊന്നും അനാവശ്യമായി എന്ന് വെച്ചാൽ ഉൽപാദനക്ഷമമല്ലാത്ത ഒരു ചെലവും കൊണ്ടു നടക്കാൻ കേരളത്തിന് കഴിയില്ല എന്ന നിലയെത്തിയെന്നാണോ? ഇതിപ്പോൾ യാതൊരു മാർഗവും ഇല്ലാതെ വന്നു കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷം ഇപ്പോൾ ഈ സ്വകാര്യ മേഖലയോടുള്ള അവരുടെ മനോഭാവത്തിലൊക്കെ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് എല്ലാ മാർഗങ്ങളും അടഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഇപ്പോൾ ഈ വിഭവ സമാഹരണത്തെക്കുറിച്ച് പറയാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. വെറും 4 ഇനങ്ങളിൽ നിന്നാണ് 61% വരുന്ന നമ്മുടെ വിഭവങ്ങൾ സമാഹരിക്കപ്പെടുന്നത്. പെട്രോൾ, മദ്യം, ഭാഗ്യക്കുറി, മോട്ടോർ വാഹനങ്ങൾ. ഇവയൊന്നും കാര്യമായ നികുതി വെട്ടിപ്പില്ലാത്ത മേഖലകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 5 വർഷത്തിനിടയിൽ നമ്മുടെ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ഈ കോമ്പൻസേഷൻ കിട്ടുന്നതിന് വേണ്ടി നിന്നില്ലായിരുന്നെങ്കിൽ അന്ന് നികുതി വകുപ്പിനെ ശക്തമാക്കുകയും ആധുനിക
ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഉപയോഗത്തിലൂടെ നികുതി വെട്ടിപ്പ് കണ്ടുപിടിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ പ്രതിസന്ധി തന്നെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഈ കോമ്പൻസേഷൻ നിന്നതോടുകൂടി നമ്മുടെ നികുതി വർധനം എത്രയാണ്? 22%, 23%. അതെന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് 5 വർഷത്തേന് ഒരു ഊന്നുവടി പോലെ നൽകിയ കോമ്പൻസേഷനെ കുറിച്ച് ആണ് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ധനകാര്യത്തിലൊന്നും അടിസ്ഥാനപരമായ എന്തെങ്കിലും തിരുത്തലുകൾ വരാൻ നമുക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളത്തിനും പെൻഷനും വേണ്ടി ചെലവാക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ആയാലും വലതുപക്ഷത്തിൻ്റെ ആയാലും ട്രേഡ് യൂണിയനുകളുടെ സമ്മർദ്ദമാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമ്മുടെ ബജറ്റിലൊരു പ്രഖ്യാപനമുണ്ട്, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ബദൽ സംവിധാനം കൊണ്ടുവരുമെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏതെങ്കിലും കാലത്ത് കേരളത്തിന് ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒക്കുമോ? നമ്മളെ സംബന്ധിച്ച് വേണ്ടത് എന്താണ്? ഈ പെൻഷൻ വ്യവസ്ഥ അടിമുടി അഴിച്ചു പണിത് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷനിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും പെൻഷൻ ലഭ്യമാകുന്ന ഒരു സമ്പ്രദായം. അതിന് പകരം പെൻഷൻ എന്നത് മാറ്റിവെച്ച ശമ്പളമാണ്, അതിനെ ഒരിടത്തും തൊടാനൊക്കുകയില്ല എന്നാണ് ഈ UDFും LDFും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങളുടെ വെൽഫെയർ പെൻഷൻ്റെ കാര്യം അറിയാമല്ലോ. 1600 രൂപ 5 വർഷമായിട്ട് 5 മാസമായിട്ട് കുടിശ്ശികയാണ്. യഥാർത്ഥത്തിൽ അത് 2021 1600 എന്ന് പറഞ്ഞാൽ ഇന്ന് അതിൻ്റെ മൂല്യം 1360 രൂപ മാത്രമാണ്. അപ്പോൾ ഇത് 1600-ൻ്റെ ആ ഒരു റിയൽ വാല്യൂവിൽ എത്തണമെങ്കിൽ 1900 രൂപയായിട്ട് വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു. അതിന് പകരം അതിന് 100 രൂപ പോലും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. നേരെ അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായ കോൺസെപ്റ്റുകൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. വിവിധ കേന്ദ്രങ്ങളെ പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴും കൊണ്ടുനടക്കുന്ന പല ഭാരങ്ങളും നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് എന്ന് ശ്രീ ജോസ് സെബാസ്റ്റ്യൻ പറയുകയാണ്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഞാനൊന്ന് CPM-ന്റെ മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, കേന്ദ്രം വിവേചന സമീപനം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കെങ്കിലും ഒരു സമരം ചെയ്യണമെന്ന് ധനമന്ത്രി എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ട ഇപ്പോൾ സർക്കാർ തെരഞ്ഞെടുപ്പ് കാലത്ത് മനഃപൂർവ്വമായ ഒരു ഗിമ്മിക്ക് കാണിക്കുകയാണ്, അതിലേക്ക് പ്രതിപക്ഷത്തെ വലിച്ചിടാൻ നോക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഫെഡറൽ വ്യവസ്ഥിതിയോട് ചെയ്യുന്ന ദ്രോഹത്തിനെതിരെ ഒറ്റയ്ക്കെങ്കിലും സമരം ചെയ്യേണ്ടതുണ്ട് എന്ന ധനമന്ത്രിയുടെ അഭ്യർത്ഥനയെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണോ? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, കാരണം കേരളത്തെ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സത്യസന്ധമായി സംസാരിക്കാൻ ഇവർക്ക് കഴിയണം. ഏതൊരു കാര്യത്തിലും ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു വലിയ മാറ്റങ്ങളിലേക്ക് പോകുന്നു. സത്യത്തിൽ കേരളം ഈ പരുവത്തിലേക്ക് എത്തിച്ചത് ഇടതുപക്ഷം ഇതുവരെ സ്വീകരിച്ച നയമാണ്. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് എക്സ്പ്രസ് ഹൈവേ പറഞ്ഞപ്പോൾ പശു മുറിച്ചു കടക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ച ആളുകളെ ഇവര്. അന്ന് UDF സർക്കാർ കൊണ്ടുവന്ന എക്സ്പ്രസ് ഹൈവേ അന്ന് വന്നിരുന്നെങ്കിൽ കേരളത്തിൽ എത്ര വലിയ വിപ്ലവം ഉണ്ടാകുമായിരുന്നു ഈ രംഗത്ത്. അന്ന് ആ റോഡിനെ എതിർക്കുകയാണ് ഇവർ ചെയ്തത്. ഇന്ന് ഈ ബജറ്റിൽ അവരെന്താ പറഞ്ഞത്? ഇതാ വരാൻ പോകുന്ന ദേശീയപാത വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇതുപോലെ ഓരോ കാര്യങ്ങളും അറിയാം. KC ജോസഫ് മന്ത്രിയായിരുന്ന കാലത്ത് ബീജിംഗിൽ പോയി ഒക്കെ ചർച്ച നടത്തിയിട്ട് ഞങ്ങൾ വന്ന അതിവേഗ റെയിൽപാതയെക്കുറിച്ച് അന്ന് ഒരു ചർച്ച നടത്തി മാസ്കറ്റ് ഹോട്ടലിൽ. ആ ചർച്ച കഴിഞ്ഞ് ഇവർ പുറത്തുനിന്ന് ഇവർ പറഞ്ഞു പറ്റില്ല, അത്ര വേഗതയിൽ പോകുന്ന റെയിലൊന്നും ഇവിടെ ആവശ്യമില്ല. ആരാ ഇതൊക്കെ മറക്കുന്നത്? കാരണം ഇവർക്ക് കേരളത്തിൽ നടന്നു വരുന്ന ഓരോ പദ്ധതികളെയും അതത് കാലഘട്ടങ്ങളിൽ ഇവർ രാഷ്ട്രീയ തിമിരം ബാധിച്ച് എതിർത്ത് ഇന്ന് കേരളം ആകമാനം കുത്തുപാളെടുക്കുന്ന പരുവത്തിലേക്കെത്തി. ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കടം വാങ്ങിയ കാശ് പോലും ചെലവഴിക്കാൻ കഴിയുന്നില്ല. തീരദേശ മേഖലയ്ക്ക് കഴിഞ്ഞ തവണ നീക്കിവെച്ച തുകയുടെ 10% മാത്രം വിനിയോഗിച്ച് ഇത്തവണ അതേ തുക വീണ്ടും നീക്കിവെച്ചിരിക്കുന്നു. മൈനോറിറ്റിക്ക് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ആകെ കിട്ടിയ തുകയുടെ 2.7% വിനിയോഗിച്ചിട്ടുള്ളത്. ഈ രീതിയിലേക്ക് പോയാൽ എവിടെ എത്തും? അതുകൊണ്ട് സർക്കാർ സത്യസന്ധമായി ജനങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ഈ പറയുന്നതിലല്ല വാസ്തവമുള്ളതെന്ന വാദം താങ്കൾ ആവർത്തിക്കുകയാണ്. സമയം കഴിഞ്ഞു പോകുന്നുണ്ട്, ക്ഷമിക്കണം. ആദ്യം മന്ത്രി കുറേ സമയം ആ നിലയ്ക്ക് പോയതുകൊണ്ടുകൂടിയാണ് ശ്രീ രണ്ടത്താണി മനസ്സിലാക്കില്ല. അവസാനമായിട്ട് ശ്രീ VPP മുസ്തഫ, ഇതിനൊക്കെയുള്ള താങ്കളുടെ മറുപടികൾ ഒന്ന് വേഗത്തിലാക്കിയാൽ ഉപകാരം. അല്ല, ഈ പറയാൻ മറ്റൊന്നുമില്ലാത്തത് കൊണ്ട് കേവലമായ രാഷ്ട്രീയ പ്രസംഗമാണ് ദൗർഭാഗ്യവശാൽ ജ്യോതികുമാർ ചാമക്കാലയും അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ഒക്കെ നടത്തുന്നത്.
അവർ പറയുന്നത് എന്താ, ബജറ്റിന് ഇന്ന് മന്ത്രി രാഷ്ട്രീയമാക്കരുത്. നടത്തിയതാണ്. ബജറ്റിന് രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അവരുടെ വിമർശനം ഈ നിലയിൽ തന്നെ ആയിത്തീരുന്നത്. യഥാർത്ഥത്തിൽ എക്സ്പ്രസ് വേയെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കേരളത്തിൽ നിന്ന് അവരുടെ ആഫീസും പൂട്ടിയിട്ട് എങ്ങനെയാ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തിരികെ പോയത്? അന്ന് കേരളത്തിന്റെ പൊതുമരാമത്തിന്റെ ചുമതല, NH-ന്റെ ചുമതല കൂടിയുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ലീഗുകാരനാ, മുസ്ലിം ലീഗിന്റെ ആളും കൂടിയാ UDF ഭരണത്തിൽ. എന്തുകൊണ്ടാണ് 2011-16 കാലയളവിൽ NHAI കേരളത്തിൽ നിന്ന് ആഫീസും പൂട്ടിപ്പോയത്? ആ പൂട്ടിപ്പോയ ആളുകൾ തിരികെ കേരളത്തിൽ വരികയും ഇപ്പൊ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ നാട്ടിലുൾപ്പെടെ എങ്ങനെയാ ഈ 6 വരിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നത്? അപ്പൊ വെറുതെ ഇങ്ങനെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, പിന്നെ കവല രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് പോലെ കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ വിഡ്ഢികളാക്കാം, ജനങ്ങളെ മണ്ടന്മാരാക്കാം എന്ന് ധരിക്കരുത്. അവരുടെ മുന്നിൽ കാര്യങ്ങളുണ്ട്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ കേരളത്തിൽ നടക്കില്ല എന്നുകൊണ്ട് പോയവരല്ലേ. അതിനെതിരെ മുക്കം എന്ന് പറയുന്ന സ്ഥലത്ത്, കോഴിക്കോട് മുക്കത്ത് നടുറോട്ടിൽ ജുമാ നിസ്കാരം നടത്തിയിട്ട്, വെള്ളിയാഴ്ച ഉച്ചകത്തെ ജുമാ നിസ്കാരം നടത്തിയിട്ട് പ്രതിഷേധിച്ചവരല്ലേ അപ്പുറത്ത് ഇപ്പൊ പ്രസിഡന്റ് നടത്തുന്നത്. ആ ഗെയില് പിന്നെ എറണാകുളത്ത് നിന്ന് മംഗലാപുരം വരെ പൂർത്തീകരിച്ചില്ലേ? സിറ്റി ഗ്യാസ് കണക്ഷന്റെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ട് വീടുകളിൽ കണക്ഷൻ കൊടുക്കാൻ തുടങ്ങിയില്ലേ? അപ്പൊ ഇതെല്ലാം യാഥാർത്ഥ്യമല്ലേ? കേരളത്തിൽ എങ്ങനെയാ വന്നത്? ശരി, അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കേരളത്തിന്റെ മുന്നോട്ട് പോക്ക് തടസ്സപ്പെടുമെന്ന് വിചാരിക്കേണ്ടതില്ല. സർക്കാരിന് ബദൽ സമീപനമുണ്ട്. ആ സമീപനത്തിലൂടെ സഞ്ചരിച്ചാണ് കേരളം എത്തിയത് എന്ന് വിശദീകരിക്കുകയാണ് ശ്രീ VP മുസ്തഫ. എന്റെ സമയം കടന്നുപോയി, ഞാൻ കുറച്ച് അധികമായി. താങ്ക് യു ശ്രീ VP മുസ്തഫ, ശ്രീ അബ്ദുറഹ്മാൻ ഇടത്താണി, ജ്യോതികുമാർ ചാമക്കാല, ശ്രീ ജോസ് സെബാസ്റ്റ്യൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പറഞ്ഞതിനൊപ്പം മിനിസ്റ്റർക്കും